രാവണപ്രഭു 4K റീമാസ്റ്റർ വെർഷൻ കണ്ടു. FDFS തന്നെയാണ് കണ്ടത്. ഭയങ്കര ഒരു ഭാഗ്യമാണ്. പണ്ട് ഈ ഒരു സിനിമ കാണാൻ സാധിച്ചില്ല. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ സിനിമ കാണണം. തിയേറ്ററിൽ ഇങ്ങനത്തെ പടങ്ങൾ ഇറങ്ങുമ്പോൾ കാണണം. ഡോണ്ട് മിസ് ഇറ്റ് ദ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. പോയി കാണുക തിയേറ്ററിൽ. പഴയ പടമാണ്, ഇനി എന്തിന് കാണണം അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്കതൊരു ഭാഗ്യമാണ്. പോയി കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഒരു അനുഭവം ശരിക്കും പറഞ്ഞാൽ FDFS ടിക്കറ്റ് കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നത്. പക്ഷേ എന്തോ ഞാൻ തിയേറ്ററിലൊന്ന് പോയി നോക്കി, കിട്ടിയാൽ ഭാഗ്യത്തിന് എങ്ങനെയോ കിട്ടി ടിക്കറ്റ്. അങ്ങനെ പോയി കണ്ടു. മോഹൻലാൽ ഫാൻസിൻ്റെ കൂടെയാണ് ഇത് കണ്ടത്. വളരെ സന്തോഷമുണ്ട്. അവരോട് ഇരുന്ന് കാണാൻ പറ്റിയ ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പഴയ ആ ഒരു വീര്യം ഇപ്പോഴും മാറിയിട്ടില്ല. അതാ പറയുള്ളൂ, ആ ഒരു ഓളം ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും അത് ആ ഒരു ആവേശം തന്നെയാണ് രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിലെ. അത് നമുക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എല്ലാം മനസ്സിൽ നിന്ന് എല്ലാം മായ്ച്ച് ഒരു പുതിയ പടം കണ്ടൊരു ഫീല്, അങ്ങനെയാണ് ഞാൻ പോയി കണ്ടത്. അടിപൊളിയാണ്. സിനിമ അറിയാമല്ലോ, അടിപൊളി തന്നെയാണ്. നമുക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു വീര്യം ഇപ്പോഴും മാറിയിട്ടില്ല. മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഇമോഷണൽ ഡയലോഗ് ഡെലിവറി, ഫൈറ്റ്, പാട്ട്, അത് ഇത് എല്ലാം കൊണ്ടും ഒരു തിയേറ്റർ ഒരു ഉത്സവപ്പറമ്പായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോഴും ഒരുപാട് ഷോകളിൽ നല്ല ആൾക്കാരാണ്. റീ റിലീസ് പടങ്ങളിൽ ലാലേട്ടനെ ഇപ്പോൾ ഇതും ചേർത്ത് പിടിക്കാൻ ഇഷ്ടംപോലെ പടങ്ങൾ ഇറങ്ങിയല്ലോ. റീ റിലീസ് എല്ലാത്തിലും ടോപ്പ് ലാലേട്ടൻ്റെ റിലീസുകളാണ്. സീരിയസ്ലി എന്ത് ഓളമാണ് എൻ്റെ പൊന്നെ. അതുപോലത്തെ പടങ്ങളല്ലേ ചെയ്ത് വെച്ചേക്കണത്. ഇനിയും ഇറങ്ങാറുണ്ട്, തീർന്നില്ല. ഇനിയും വരാറുണ്ട് കുറേ പടങ്ങൾ. കാത്തിരിപ്പിലാണ്. ഇറക്കി വിടണം. ആ ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ ഇമോഷണലി വന്നു. പടം കണ്ട എനിക്ക് തന്നെ ഇമോഷണലായി. മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയനും ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ഇമോഷണൽ, അതെനിക്ക് നല്ല രീതിക്ക് അത് അങ്ങനെ ആ ഒരു ഫീലിൽ പോയി. അത് ഭയങ്കര ഒരു വിഷമം നൽകുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അത് എനിക്ക് നല്ല വിഷമമായി. പിന്നെ മാസിന് മാസ്, ഫൈറ്റ്, പാട്ടൊക്കെ അയ്യോ, എൻട്രി സോങ്ങൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ ലാലേട്ടൻ്റെ എൻട്രി മൊത്തം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അയ്യോ, പറയാൻ വാക്കുകളില്ല മോനെ. ഇതൊക്കെ തിയേറ്ററിൽ കാണണം. പിന്നെ റീ റിലീസ് കാണാൻ ആൾ വരില്ല എന്ന് പറയുന്നവന്മാർക്കുള്ള മറുപടിയാണ്, പോയി തിയേറ്ററിൽ പോയി നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. അതാണ് നിങ്ങൾക്കുള്ള മറുപടി, ഹേറ്റേഴ്സിനുള്ള മറുപടി. ഓക്കെ, ഇനി വരണം. ഇതുപോലത്തെ നല്ല മാസ് പരിവേഷമുള്ള സിനിമകൾ വരണം. എന്നാലും ഇവിടെ തിയേറ്റർ ആഘോഷിക്കപ്പെടുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ സാധാരണ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളും ഒക്കെ ആയിരിക്കണം ഒരു ഓടും, അല്ലെങ്കിൽ ഇപ്പോഴും ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്ന സിനിമകളായിരിക്കും റീ റിലീസുകളിൽ. ഇപ്പോഴത്തെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത സിനിമകളൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് 1, 2, 3 റീ റിലീസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ ഓളമില്ലായിരുന്നു. പക്ഷേ ആൾക്കാർക്കും കൂടെ ഇപ്പോഴും ആ ഒരു ആവേശം കൊള്ളിക്കുന്ന ഒരു സിനിമ വേണം റീ റിലീസുകൾ ഇറക്കേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാത്ത സിനിമകളല്ല റീ റിലീസുകൾ ഇറക്കേണ്ടത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. മമ്മൂക്കയുടെ രാജമാണിക്യം ഇറക്കി വിടണം. സീരിയസ്ലി പറയണം. അതൊക്കെ ഒരു ഓളം തന്നെയായിരിക്കും, വേറെ മാറ്റമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഐ എം റിയലി ഹാപ്പി. അപ്പോൾ ഗൈസ്, പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ല. ഞാനിപ്പോൾ ബുക്ക് മൈ ഷോയിൽ നോക്കിയായിരുന്നു. ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ല. മാക്സിമം കാണാൻ ശ്രമിക്കൂ. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കാതിരിക്കൂ.